ഹായ് വെൽക്കം ടു ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടൈം ആൻഡ് വർക്ക് എന്ന ടോപ്പിക്കിലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇഫ് എ ആൻഡ് ബി ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 50 days. ഇവിടെ തന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ എയും ബിയും കൂടെ ചേർന്നിട്ടൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്രയാണ്? 15 ദിവസം എടുക്കും. എ പ്ലസ് ബി എത്ര ദിവസമാണ് എടുക്കുക? 15 ദിവസം, 15 days. അതുപോലെ തന്നെ നെക്സ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുമ്പം ബിക്ക് എലോൺ ഇൻ 20 days. ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ വർക്ക് ചെയ്യും? 20 ദിവസം കൊണ്ട് ബി ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യും. 20 days. ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ എ എലോൺ കംപ്ലീറ്റ് ദ വർക്ക്? എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നവരെ കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. എ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കിപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട് എയും ബിയും 15 ഡേയ്സിലാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എയും ബിയും ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? ജസ്റ്റ് നമുക്കതൊന്ന് ഇൻവേർട്ട് ചെയ്ത് എഴുതാം. അതായത് 1/15 ആയിരിക്കും ഒരു ദിവസം ചെയ്യുന്ന വർക്ക്, എയും ബിയും കൂടെ ചേർന്നിട്ട്. അതുപോലെ തന്നെ ബി എലോൺ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 1/20. ഇപ്പോൾ നമുക്ക് ടോട്ടൽ തന്നിട്ടുണ്ട്. എ പ്ലസ് ബി ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന വർക്കും തന്നിട്ടുണ്ട്, ബി ഒറ്റയ്ക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന വർക്കും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എ പ്ലസ് ബിയിൽ ബീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എ പ്ലസ് ബീൻ്റെ വാല്യൂ എത്രയാണ്? 1/20 ആണ് ഒരു ദിവസം ബി ചെയ്യുന്ന വർക്ക്. പിന്നെ 1/15 ആണ് ടോട്ടൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക്, എയും ബിയും കൂടെ ചേർന്നിട്ട്. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? എ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടും. 1/15 1/20 അങ്ങോട്ട് പോകുമ്പോൾ -1/20 ആവുമല്ലോ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. 20 - 15 ഡിവൈഡ് ബൈ 15 × 20. 20 - 15 എത്രയാണ്? 5. അതുപോലെ തന്നെ 15 × 20 അടിയിൽ വരും. 5 എത്ര വട്ടം പോവും? ഇവിടെ ഒരു വട്ടം പോവും, ഇവിടെ 3 വട്ടം പോവും. 3 × 2 6. അന്നേരം 1/ എത്രയാണ്? 60 അല്ലേ നമുക്ക് വരിക. എ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയാണ്? 1/60. അപ്പോൾ നമുക്ക് എ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? ഇതിനെ നേരെ നമ്മൾ ഇൻവേർട്ട് ചെയ്യുക. ഒന്നോടെ ഇൻവേർട്ട് ചെയ്യുമ്പോൾ എന്തായി? 60 ആയല്ലോ. 60 days. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 60. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.